my children. So let us continue the lesson, learning the game. So take page number 22. As a child, I had only one set of cricket clothes, and the routine was to wash them as soon as I had returned from the morning session. ആസ് എ ചൈൽഡ്, ഒരു കുട്ടി എന്നുള്ള നിലയിൽ, ഐ ഹാഡ് ഓൺലി വൺ സെറ്റ് ഓഫ് ക്രിക്കറ്റ് ക്ലോത്ത്സ്. അദ്ദേഹം പറയുകയാണ്, എനിക്ക് ഒരു സെറ്റ് ക്രിക്കറ്റ് ക്ലോത്ത്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ക്ലോത്ത് CLOTH ക്ലോത്ത്, CLOTHE ക്ലോത്ത്, രണ്ട് വാക്കാണ്. CLOTH ക്ലോത്ത് മീൻസ് തുണി. The material which is used to make dress, that is CLOTH cloth. CLOTHE cloth means dress. So he had only one set of cricket clothes, and the routine means dinacharya, daily work. The routine was to wash them as soon as I had returned from the morning session. മോർണിംഗ് സെഷൻ കഴിഞ്ഞ് വീട്ടിലെത്തിയ ഉടനെ തന്നെ എനിക്ക് എൻ്റെ ഡ്രസ്സ് കഴുകിയിടേണ്ടതായിട്ടുണ്ടായിരുന്നു. I had to wash them as soon as I had returned from the morning session. While I had my lunch, when I ate my lunch, I had my lunch means I ate my lunch, the clothes would dry out. ആ ഡ്രസ്സ് ഉണങ്ങുമായിരുന്നു. ഡ്രൈ ഔട്ട് ഇൻ ദ സൺ, വെയിലത്ത് ഉണങ്ങുമായിരുന്നു. ആൻഡ് ഐ വുഡ് വെയർ ദം എഗെയിൻ ഇൻ ദ ആഫ്റ്റർനൂൺ. വീണ്ടും വൈകുന്നേരത്ത് ഞാൻ ഈ ഡ്രസ്സ് തന്നെയാണ് ധരിച്ചിരുന്നത്, അല്ലെങ്കിൽ എനിക്ക് ധരിക്കാൻ കഴിഞ്ഞിരുന്നു. The pattern was this method was repeated. ആവർത്തിക്കപ്പെട്ടു. Repeat means ആവർത്തിക്കുക. Do or say something again and again, that is repeat. The system was repeated in the evening, so that means as a result I could use the same set of clothes the following morning. വൈകുന്നേരം ആകുമ്പോൾ ഇതേ സിസ്റ്റം തന്നെ എനിക്ക് ആവർത്തിക്കേണ്ടതായിട്ട് വന്നു എന്ന് പറയുമ്പോൾ വീണ്ടും ഞാൻ ഈ ഡ്രസ്സ് വന്നാൽ ഉടനെ തന്നെ കഴുകിയിടുമായിരുന്നു. ആ കഴുകിയിടുന്നതിൻ്റെ ഫലമായിട്ട് പിറ്റേന്ന് രാവിലെ വീണ്ടും ആ ഡ്രസ്സ് തന്നെ ധരിച്ചുകൊണ്ട് പോകാൻ കഴിഞ്ഞിരുന്നു. ദ സിസ്റ്റം വർക്ക്ഡ് വെൽ. ഈ സിസ്റ്റം നല്ലവണ്ണം പ്രവർത്തിച്ചു. എപ്പാർട്ട് ഫ്രം മൈ പോക്കറ്റ്സ്, ഏതൊഴികെ, എപ്പാർട്ട് മീൻസ് എക്സെപ്റ്റ്, ഒഴികെ, ഏതൊഴികെ, എൻ്റെ പോക്കറ്റുകൾ ഒഴികെ നല്ലവണ്ണം പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഭാഗം, ഈ ഡ്രസ്സിൻ്റെ പോക്കറ്റിലുള്ള ഭാഗം അല്ലെങ്കിൽ പോക്കറ്റുകൾ ഒഴികെ ബാക്കിയുള്ള ഭാഗമെല്ലാം നല്ലവണ്ണം ഉണങ്ങിയിരുന്നു എന്ന് പറഞ്ഞാൽ പോക്കറ്റ് ഉണങ്ങിയിരുന്നില്ല എന്ന് അർത്ഥം. There was never quite enough time for the pockets to dry out completely. There was never, ഒരിക്കലും, quite enough, തീർത്തും വേണ്ടുവോളമുള്ള സമയം ഉണ്ടായിരുന്നില്ല. എന്തിനു വേണ്ടുവോളം സമയം ഉണ്ടായിരുന്നില്ല? ഫോർ ദ പോക്കറ്റ്സ് ടു ഡ്രൈ ഔട്ട് കംപ്ലീറ്റ്ലി. പോക്കറ്റിന് ശേഷം പൂർണ്ണമായും ഉണങ്ങാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. ആൻഡ് ഫോർ ദ എൻറ്റയർ ഡ്യൂറേഷൻ ഓഫ് ദ ക്യാമ്പ്, ആ ക്യാമ്പിലുടനീളം തന്നെ ഐ പ്ലേഡ്, ഞാൻ കളിച്ചിരുന്നു. വിത്ത് വെറ്റ് പോക്കറ്റ്സ്, ഈറനായ നനഞ്ഞ പോക്കറ്റുമായിട്ടായിരുന്നു ആ ക്യാമ്പിലുടനീളം ഞാൻ കളിച്ചിരുന്നത്. ബൈ ദ മിഡിൽ ഓഫ് ദ സമ്മർ ക്യാമ്പ്, അങ്ങനെ സമ്മർ ക്യാമ്പിൻ്റെ മധ്യത്തോടുകൂടി സർ ഹാഡ് സ്റ്റാർട്ടഡ് ടേക്കിംഗ് ആൻ ആക്റ്റീവ് ഇൻട്രസ്റ്റ് ഇൻ മൈ ബാറ്റിംഗ്. എൻ്റെ ബാറ്റിങ്ങിൽ വളരെയധികം ആകാംക്ഷ അദ്ദേഹം, അല്ലെങ്കിൽ അജ്രേക്കർ സർ പ്രകടിപ്പിച്ചു. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ 2 months, അങ്ങനെ 2 മാസത്തിൻ്റെ അവസാന ഭാഗത്തോടുകൂടി, അല്ലെങ്കിൽ അവസാന ഭാഗത്ത്, ഇൻഫോംഡ് അജിത്ത്, സർ ഇൻഫോംഡ്, അജിത്തിനെ വിളിച്ച് അദ്ദേഹം കാര്യം പറഞ്ഞു. ഇൻഫോംഡ്, മുന്നറിയിപ്പ് കൊടുത്തു. ദാറ്റ് ഐ ഹാഡ് ദ പൊട്ടൻഷ്യൽ, ഐ ഹാഡ് ദ എബിലിറ്റി, ഐ ഹാഡ് ദ ടാലൻറ്റ്, ഐ ഹാഡ് ദ പൊട്ടൻഷ്യൽ ടു ബി എ ഗുഡ് ക്രിക്കറ്റർ. എനിക്ക് നല്ലൊരു ക്രിക്കറ്റർ ആകുന്നതിനുള്ള കഴിവുണ്ടെന്ന്. എങ്ങനെയാണെങ്കിൽ, ഇഫ് ഐ പ്രാക്ടീസ്ഡ് ഓൾ ഇയർ റൗണ്ട്, ആ വർഷം മുഴുക്കെ നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ക്രിക്കറ്ററായി മാറുമെന്ന് അദ്ദേഹം ആർക്കുറപ്പ് കൊടുത്തു, അല്ലെങ്കിൽ ആരോട് മുന്നറിയിപ്പ് നൽകി? അജിത്തിനോട് മുന്നറിയിപ്പ് നൽകി.
ഹവർ എങ്ങനെയൊക്കെ ആയാലും മൈ സ്കൂൾ എൻ്റെ സ്കൂള് ദ ന്യൂ ഇംഗ്ലീഷ് സ്കൂൾ ഇൻ ബാന്ദ്രയിലെ ന്യൂ ഇംഗ്ലീഷ് സ്കൂള് ഡിഡ് നോട്ട് ഹാവ് ക്രിക്കറ്റ് ഫെസിലിറ്റീസ്. ക്രിക്കറ്റിന് വലിയ പ്രാധാന്യം അല്ലെങ്കിൽ അവസരങ്ങളൊന്നും സാഹചര്യം അല്ലെങ്കിൽ ഫെസിലിറ്റീസ് സൗകര്യങ്ങളൊന്നും ഒരുക്കിയിരുന്നില്ല അല്ലെങ്കിൽ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ആൻഡ് സർ വാസ് കീൻ മീൻസ് ഷാർപ്പ്, keen for me to change schools if I wanted to pursue cricket seriously. Pursue means follow. ഞാൻ ക്രിക്കറ്റ് സീരിയസ് ആയിട്ട് തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം നിഷ്കർഷിച്ചു. എന്നോട് സ്കൂൾ മാറുവാൻ അല്ലെങ്കിൽ സ്കൂൾ മാറിയേ പറ്റൂ എന്ന് അദ്ദേഹം പറഞ്ഞു. നെക്സ്റ്റ് പാരഗ്രാഫ്. One evening, sir called my father and put forward his suggestion. ഒരു വൈകുന്നേരം അജ്രേക്കർ സർ കോൾഡ് മൈ ഫാദർ, എൻ്റെ അച്ഛനെ വിളിച്ചു. ആൻഡ് പുട്ട് ഫോർവേഡ് മുന്നോട്ട് വെച്ചു. ഹിസ് സജഷൻ, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം മുന്നോട്ട് വെച്ചു. അത് സ്കൂൾ മാറുന്നതിനെ കുറിച്ച്. അജിത്ത് വാസ് ഇൻ ദ റൂം വിത്ത് മൈ ഫാദർ. അജിത്തും എന്നോടൊപ്പം അല്ലെങ്കിൽ റൂമിനുള്ളിൽ തന്നെ ഫാദറിനോടൊപ്പം ഉണ്ടായിരുന്നു. അറ്റ് ദ ടൈം, ആ സമയത്ത്. ആൻഡ് ദേ ബോത്ത് അക്സെപ്റ്റഡ് ദാറ്റ് ഇറ്റ് വാസ് നെസസറി. അങ്ങനെ ദേ ബോത്ത് മീൻസ് അവർ ഇരുവരും. ബോത്ത് മീൻസ് ടു. ദേ ബോത്ത് അക്സെപ്റ്റ് സ്വീകരിച്ചു. എഗ്രീഡ് സമ്മതിച്ചു. ദാറ്റ് ഇറ്റ് വാസ് നെസസറി, അത് ആവശ്യമാണെന്ന് അത്യാവശ്യമാണെന്ന് രണ്ടുപേരും സമ്മതിച്ചു. ഇഫ് ക്രിക്കറ്റ് വാസ് ടു ബി മൈ പ്രയോറിറ്റി, എങ്ങനെയാണെങ്കിൽ ഇഫ് ക്രിക്കറ്റ് വാസ് ടു ബി മൈ പ്രയോറിറ്റി, ഞാൻ ക്രിക്കറ്റിനാണ് മുൻഗണന കൊടുക്കുന്നത് എങ്കിൽ, ഇഫ് ഐ ഗിവ് പ്രയോറിറ്റി ടു ക്രിക്കറ്റ് എന്നർത്ഥം. ഇഫ് ക്രിക്കറ്റ് വാസ് ടു ബി മൈ പ്രയോറിറ്റി മീൻസ് പ്രിഫറൻസ്, മുൻഗണന. മൈ ഫാദർ സാറ്റ് മീ ഡൗൺ, എന്നെ അടുത്തിരുത്തി. മൈ ഫാദർ സാറ്റ് മീ ഡൗൺ ആൻഡ് എക്സ്പ്ലെയിൻഡ്, എനിക്ക് വിശദീകരിച്ച് തന്നു. എന്താ? ദാറ്റ് വൈൽ ഹി ഡിഡ് നോട്ട് ഹാവ് എനി ഒബ്ജക്ഷൻസ്, അദ്ദേഹത്തിന് ഒബ്ജക്ഷൻസ് എന്നുള്ള അല്ലെങ്കിൽ എതിർപ്പുകളൊന്നും ഇല്ല എന്നുള്ള നിലയിൽ, ടു മൈ ചേഞ്ചിങ് സ്കൂൾ മാറുന്നതിൽ അദ്ദേഹത്തിന് വലിയ എതിർപ്പുകളൊന്നുമില്ല എന്നുള്ള നിലയിൽ, ഐ ഷുഡ് ഡു സോ only if I was really serious about playing cricket. I should do so, ഞാൻ അങ്ങനെ ചെയ്യണമെന്ന്. എങ്ങനെയാണെങ്കിൽ only if I was really serious about playing cricket. ക്രിക്കറ്റ് സീരിയസ് ആയിട്ട് കളിക്കാൻ തന്നെ തീരുമാനിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിന് സീരിയസ്നെസ് കൊടുക്കുകയാണ് എന്ന് തോന്നുന്ന പക്ഷം, അങ്ങനെയാണെങ്കിൽ മാത്രം സ്കൂൾ മാറുക എന്ന് അദ്ദേഹം എന്നോട് ഉപദേശിച്ചു. I assured him assured means promised. ഞാൻ പ്രോമിസ് ചെയ്തു, വാഗ്ദാനം നൽകി. I assured him I was determined to continue my cricket as a profession. I assured him I was, and so it was agreed that I should move to Shardashram Vidyamandir. അങ്ങനെ തീരുമാനിക്കപ്പെട്ടു. ഇറ്റ് വാസ് എഗ്രീഡ് ദാറ്റ് ഐ ഷുഡ് മൂവ് ടു ശാരദാശ്രമം വിദ്യാമന്ദിർ. ശാരദാശ്രമം വിദ്യാമന്ദിറിലേക്ക് മാറാൻ തന്നെ തീരുമാനിച്ചു. വെയർ, അവിടെ അജ്രേക്കർ സർ വാസ് ദ ക്രിക്കറ്റ് കോച്ച്, അവിടെ ക്രിക്കറ്റ് കോച്ച് അജ്രേക്കർ സർ ആയിരുന്നു. ഓൾ മൈ എക്സസ് എനർജീസ്, എൻ്റെ വർദ്ധിച്ച, എക്സസ് മീൻസ് അമിതമായിട്ടുള്ള, വർദ്ധിച്ചുള്ള, ഗ്രേറ്റ്. ഓൾ മൈ എക്സസ് എനർജീസ്, എൻ്റെ വർദ്ധിച്ചു വരുന്ന അല്ലെങ്കിൽ അമിതമായ ഊർജം മുഴുക്കെ വെയർ ഗെറ്റിംഗ് ചാനൽഡ് ഇൻ ടു ക്രിക്കറ്റ്, നേരെ ക്രിക്കറ്റിലേക്ക് ഞാൻ തിരിച്ചുവിട്ടു. വിച്ച് ആക്റ്റഡ് ആസ് എ കൈൻഡ് ഓഫ് സേഫ്റ്റി വാൾവ്, അത് ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഒരു സേഫ്റ്റി വാൾവ് പോലെ എന്നിൽ പ്രവർത്തിച്ചു. My father always said that all he wanted me to do was give it my best effort without worrying about the results. My father always said, എൻ്റെ അച്ഛൻ എല്ലായ്പ്പോഴും പറഞ്ഞിരുന്നു എന്താ? ദാറ്റ് ഓൾ ഹി വാണ്ടഡ്, അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നത് എന്നോട്, വാണ്ടഡ് മീ ടു ഡു, എന്ത് ചെയ്യുവാൻ ആവശ്യപ്പെട്ടിരുന്നു? വാസ് ഗിവ് ഇറ്റ് മൈ ബെസ്റ്റ് എഫേർട്ട്, എന്തായിരുന്നാലും എൻ്റെ കഴിവിൻ്റെ പരമാവധിയുള്ള പ്രയത്നം നടത്തണമെന്ന് അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടു. വിതൗട്ട് വറിയിങ് അബൌട്ട് ദ റിസൾട്ടിനെ കുറിച്ച് ചിന്തിക്കാതെ അല്ലെങ്കിൽ വിഷമിക്കാതെ, റിസൾട്ട് എന്തോ ആയിക്കൊള്ളട്ടെ,
എൻ്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിക്കണമെന്ന് അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടു. നെക്സ്റ്റ് പാരഗ്രാഫ്. ഇൻ മൈ ഫസ്റ്റ് ഇയർ അറ്റ് ശരദാശ്രമം സ്കൂളിലെ ആദ്യത്തെ ആദ്യത്തെ വർഷം തന്നെ, ഇൻ മൈ ഫസ്റ്റ് ഇയർ ആദ്യത്തെ വർഷം തന്നെ അറ്റ് ശരദാശ്രമം ഐ പ്ലേഡ് 55 പ്രാക്ടീസ് മാച്ചസ്. 55 പ്രാക്ടീസ് മാച്ചസുകൾ ഞാൻ കളിച്ചു. ഡ്യൂറിങ് ദ സമ്മർ ബ്രേക്ക് ഓഫ് 60 ഡേയ്സ്, 60 ദിവസത്തെ സമ്മർ ബ്രേക്കിൽ ഞാൻ 55 കളികൾ പ്രാക്ടീസ് ചെയ്തു. മൈ സമ്മർ സെഷൻസ് യൂസ്ഡ് ടു സ്റ്റാർട്ട് അറ്റ് 7:30 AM. എൻ്റെ സമ്മർ സെഷൻ സ്റ്റാർട്ട് ചെയ്തത് പതിവായി സ്റ്റാർട്ട് ചെയ്തിരുന്നത് അറ്റ് 7:30 7:30 AM രാവിലെ 7:30 ആയിരുന്നു. ആൻഡ് എൻഡ് 4:30 PM, അവസാനിക്കുന്നത് 4:30 മണിക്കുമായിരുന്നു, വൈകുന്നേരം 4:30 മൈ ഈവനിങ് സെഷൻ വുഡ് സ്റ്റാർട്ട് അറ്റ് 5 PM. വൈകുന്നേരത്തെ സെഷൻ 5 മണിക്കാണ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരുന്നത്. ആഫ്റ്റർ ഒൺലി എ 30-minute ബ്രേക്ക്, ഒരു 30 നിമിഷത്തെ ബ്രേക്കിന് ശേഷം 4 വരെ പ്രാക്ടീസിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ ബ്രേക്ക്, അത് കഴിഞ്ഞാൽ വീണ്ടും വൈകുന്നേരത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഡ്യൂറിങ് ദ ബ്രേക്ക്, ആ ബ്രേക്ക് ടൈമിൽ, ഈ അരമണിക്കൂറത്തെ ബ്രേക്ക് ടൈമിൽ സർ വുഡ് ഓഫൺ ഗിവ് മീ സം മണി. മിക്കവാറും അജ്രേക്കർ സർ എനിക്ക് മണി നൽകാറുണ്ടായിരുന്നു. ടു ഗോ ആൻഡ് ഹാവ് എ വടപ്പാവ്, എ പോപ്പുലർ മുംബൈ ഫാസ്റ്റ് ഫുഡ്. ഒരു തരം വടയോ മറ്റോ ലഘു ഭക്ഷണം കഴിക്കാൻ എനിക്ക് അദ്ദേഹം പണം നൽകുമായിരുന്നു. പാരഗ്രാഫ്. ബിറ്റ്വീൻ 5 PM ആൻഡ് 7 PM ഐ വുഡ് ഹാവ് 5 more നെറ്റ് സെഷൻസ്. 5 മണി തൊട്ട് 7 മണി വരെയുള്ള, വൈകുന്നേരം 5 മണി മുതൽ 7 മണി വരെയുള്ള ആ പീരീഡിൽ ഐ വുഡ് ഹാവ് 5 more നെറ്റ് സെഷൻസ്, വീണ്ടും ഒരു 5 നെറ്റ് സെഷൻസ് വീണ്ടും പ്രാക്ടീസിങ് നടത്തിയിരുന്നു. ടുവേഴ്സ് ദ ലാസ്റ്റ് 15 minutes, അതിൻ്റെ അവസാനത്തെ 15 മിനിറ്റിൽ സർ വുഡ് പ്ലേസ്, ഈ അജ്രേക്കർ സർ വുഡ് പുട്ട്, പ്ലേസ് മീൻസ് പുട്ട്, എ 1 rupee കോയിൻ ഓൺ ടോപ്പ് ഓഫ് ദ സ്റ്റമ്പിൻ്റെ പുറത്ത് അദ്ദേഹം ഒരു 1 rupee കോയിൻ എടുത്ത് വയ്ക്കുമായിരുന്നു. ഇഫ് ഐ മാനേജ് ടു അവോയ്ഡ് ഗെറ്റിംഗ് ഔട്ട്, അത് താഴെ വീഴാതെ ഞാൻ പരിശ്രമിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബാറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ സ്റ്റമ്പിൽ കൊള്ളാതെ ഞാൻ ബാറ്റ് ചെയ്യുകയാണെങ്കിൽ, ദ കോയിൻ വാസ് മൈൻ, ആ കോയിൻ എൻ്റേതായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ആ കോയിൻ അവകാശപ്പെട്ടതായിരുന്നു. ഇതൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു വാസ്തവത്തിൽ. ഇൻ ദിസ് സെഷൻ, ഈ സെഷനിൽ എവരി ബൗളർ ഇൻ ദ ക്യാമ്പ് വുഡ് കം ആൻഡ് ബൗൾ ടു മീ. ഈ സെഷനിൽ എല്ലാ ബൗളർമാരും, ആ ക്യാമ്പിൽ വരുന്ന എല്ലാ ബൗളർമാരും അവിടെ വരും. എന്നിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ എറിയുമായിരുന്നു, ബോള് എറിയുമായിരുന്നു. വിത്ത് സം 60 to 70 ബോയ്സ് ഫീൽഡിങ്. 60 തൊട്ട് 70 കുട്ടികൾ വരെ ഇങ്ങനെ ഫീൽഡിങ് നടത്താറുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ബോൾസ് ഞാൻ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു. It meant I had to hit every ball along the ground to survive those intense 15 minutes. It meant I had to hit. ഇത് അർത്ഥമാക്കുന്നത് എന്താ? I had to hit. എനിക്ക് അടിക്കേണ്ടതായിട്ട് വന്നു. എവരി ബോൾ എലോങ് ദ ഗ്രൗണ്ടിലൂടെ എനിക്ക് അടിക്കേണ്ടതായിട്ട് വന്നു. ടു സർവൈവ്, ടു ഓവർകം. ടു സർവൈവ് മീൻസ് ടു ഓവർകം, അതിജീവിക്കാൻ, മറികടക്കുവാൻ. ദോസ് ഇൻറ്റൻസ് 15 minutes, ആ സങ്കീർണമായ, രൂക്ഷമായ, തീവ്രമായ ആ 15 മിനിറ്റ് മറികടക്കുവാൻ അത്രയും സമയം ഞാനിങ്ങനെ ബാറ്റ് ചെയ്യേണ്ട അവസ്ഥ എനിക്ക് ഉണ്ടായിരുന്നു. വിന്നിങ് ദ 1 rupee കോയിൻ, ആ 1 rupee കോയിൻ നേടുക എന്നുള്ളത് യൂസ്ഡ് ടു ഗിവ് മീ ഇമ്മൻസ് സാറ്റിസ്ഫാക്ഷൻ. അത് നേടുക എന്നുള്ള, ആ 1 രൂപ നേടുക എന്നുള്ളത്, അല്ലെങ്കിൽ ആ നേട്ടം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 1 രൂപ നേടുന്ന ആ അവസ്ഥ എന്ന് പറയുന്നത് ഗിവ് മീ ഇമ്മൻസ് സാറ്റിസ്ഫാക്ഷൻ. ഇമ്മൻസ് മീൻസ് വെരി ബിഗ് ഓർ ഹ്യൂജ്. വളരെയധികം സംതൃപ്തി എനിക്ക് നൽകി. ആ 1 രൂപ ഞാൻ നേടുമ്പോൾ എനിക്ക് അത് വളരെയധികം സംതൃപ്തി നൽകി. ആൻഡ് ടോട്ട് മീ ഹൗ ടു കോൺസെൻട്രേറ്റ്. മാത്രമല്ല എന്നെ പഠിപ്പിച്ചു
ആ ആ ആ ഒരു ആ ടെസ്റ്റ് ഫീൽഡിങ് അല്ലെങ്കിൽ ആ ടെസ്റ്റ് ബാറ്റിംഗ് എന്ന് പറയുന്നത് എന്നെ പഠിപ്പിച്ചു. എന്തിനു പഠിപ്പിച്ചു? ഹൗ ടു കോൺസെൻട്രേറ്റ് ഈവൻ വെൻ ഫിസിക്കലി ഡ്രെയിൻഡ്. ശാരീരികമായിട്ട് വളരെയധികം ടയേർഡായിട്ടുള്ള, ഡ്രെയിൻഡ് മീൻസ് ടയേർഡ് എന്നർത്ഥം ഇവിടെ, ടയേർഡായിട്ടുള്ള അവസരത്തിൽ പോലും എങ്ങനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, മനസ്സ് ഒരു പോയിന്റിൽ എത്തിക്കേണ്ടത് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിക്കുവാനും എനിക്ക് സാധിച്ചു. അറ്റ് ദ എൻഡ് ഓഫ് ഇറ്റ് ഓൾ, ഇതിൻ്റെ അവസാനം, സർ വുഡ് ടെൽ മീ ടു റൺ. ഈ 15 മിനിറ്റും കഴിഞ്ഞിട്ട് സാർ പറയാറുണ്ടായിരുന്നു എന്താ? വുഡ് ടെൽ മീ ടു റൺ ടു ഫുൾ സർക്യൂട്ട്സ് ഓഫ് ശിവാജി പാർക്ക് വിത്ത് മൈ പാഡ്സ് ആൻഡ് ഗ്ലൗസ് ഓൺ. ഈ പാഡും ഗ്ലൗസും ഒക്കെ ധരിച്ചുകൊണ്ട് വീണ്ടും ഒരു 2 റൗണ്ട് കൂടി ഓടാൻ പറയുമായിരുന്നു. ദാറ്റ് വാസ് ദ ലാസ്റ്റ് പാർട്ട് ഓഫ് മൈ ട്രെയിനിങ്. അതായിരുന്നു ആ ദിവസത്തെ എൻ്റെ അവസാനത്തെ ഭാഗം, ട്രെയിനിങ്ങിൻ്റെ അവസാനത്തെ ഭാഗം. ആൻഡ് ഐ വുഡ് ബി കംപ്ലീറ്റ്ലി എക്സോസ്റ്റഡ് ബൈ ദ എൻഡ് ഓഫ് ഇറ്റ് ഓൾ. ഇതെല്ലാം കഴിയുമ്പോൾ ഐ വുഡ് ബി കംപ്ലീറ്റ്ലി എക്സോസ്റ്റഡ്, ടോട്ടലി എക്സോസ്റ്റഡ് മീൻസ് ടയേർഡ്. പൂർണ്ണമായിട്ടും ഞാൻ അവശനായി അല്ലെങ്കിൽ ക്ഷീണിതനായി മാറുമായിരുന്നു. ഇറ്റ് വാസ് എ റൂട്ടീൻ ഐ വുഡ് റിപ്പീറ്റ് റൈറ്റ് ത്രൂ മൈ സമ്മർ ഹോളിഡേയ്സ്. ഈ സമ്മർ ഹോളിഡേയ്സിൽ മുഴുക്കെ എൻ്റെ റൂട്ടീൻ, എൻ്റെ ദിനചര്യ, എൻ്റെ ഡെയിലി വർക്ക് എന്ന് പറയുന്നത്, പ്രാക്ടീസ് എന്ന് പറയുന്നത് ഇതേപോലെ ആയിരുന്നു. ആൻഡ് ഇറ്റ് ഹെൽപ്പ് ടു മീ ടു ബിൽഡ് അപ്പ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ സ്റ്റാമിന. മാത്രമല്ല ഇറ്റ് ഹെൽപ്പ് ടു മീ, അതെന്നെ സഹായിച്ചു, ടു ബിൽഡ് അപ്പ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ സ്റ്റാമിന, ശാരീരികവും മാനസികവുമായ ശക്തി വർദ്ധിപ്പിക്കുന്നതിന്, നേടിയെടുക്കുന്നതിന്, ഉണ്ടാക്കുന്നതിന് എനിക്ക് ഈ പ്രാക്ടീസ് എന്നെ വളരെയധികം സഹായിച്ചു. നെക്സ്റ്റ് പാരഗ്രാഫ്. ഒക്കേഷണലി my father came to take me home and I would always ask him to treat me to a special fruit cocktail at a juice center near the club. ഒക്കേഷണലി എന്താ? ഒക്കേഷണലി ഇടവിട്ട് വല്ലപ്പോഴും. ഓക്കെ. മൈ ഫാദർ കെയിം ടു ടേക്ക് മീ ഹോം. എൻ്റെ അച്ഛൻ വരുമായിരുന്നു. ടു ടേക്ക് മീ ഹോം, എന്നെ തിരിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതിന് വേണ്ടി. ആൻഡ് ഐ വുഡ് ഓൾവേസ് ആസ്ക് ഹിം, ഞാൻ എല്ലായ്പ്പോഴും ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടാറുണ്ടായിരുന്നു. ആസ്ക് ഹിം ടു ട്രീറ്റ് മീ, വാങ്ങിത്തരുവാൻ. ടു ട്രീറ്റ് മീ ടു എ സ്പെഷ്യൽ ഫ്രൂട്ട് കോക്ടെയിൽ. എന്താ? ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഫ്രൂട്ട് കോക്ടെയിൽ, ഫലവർഗ്ഗങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു ജ്യൂസ്, അത് വാങ്ങിത്തരാൻ പറയുമായിരുന്നു. ജ്യൂസ് സെൻറ്റർ നിയർ ദ ക്ലബിനടുത്തുള്ള ഒരു ജ്യൂസ് സെൻറ്ററിൽ നിന്ന് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫ്രൂട്ട് അല്ലെങ്കിൽ ഫ്രൂട്ട് സലാഡ് അല്ലെങ്കിൽ ഫ്രൂട്ട് ജ്യൂസ് വാങ്ങിത്തരാൻ പറയുമായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തോട് ആവശ്യപ്പെടുമായിരുന്നു. വൈൽ ദിസ് റെഗുലർ ഡിമാൻഡ് വാസ് എ ലിറ്റിൽ അൺറീസണബിൾ. വെൻ ദിസ് റെഗുലർ, പതിവായിട്ടുള്ള ഈ ആവശ്യം, ഡിമാൻഡ് മീൻസ് ആവശ്യം, വാസ് എ ലിറ്റിൽ അൺറീസണബിൾ. എന്താ? യുക്തിക്ക് നിരക്കാത്തതായിരുന്നു. എ ലിറ്റിൽ അൺറീസണബിൾ, അല്പം യുക്തിക്ക് നിരക്കാത്ത സംഭവമായിരുന്നു. കാരണം എന്താ? ബിക്കോസ് അറ്റ് ദ ടൈം, ആ സമയത്ത് ഐ ഡിഡ് നോട്ട് റിയലൈസ്, എനിക്ക് അറിയില്ലായിരുന്നു, ഐ ഡിഡ് നോട്ട് മേക്ക് ഔട്ട്, ഐ ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ്, എനിക്ക് തിരിച്ചറിവില്ലായിരുന്നു ദാറ്റ് മൈ പാരൻസ് ഓൾസോ ഹാഡ് ടു ടേക്ക് കെയർ ഓഫ് ദ നീഡ്സ് ഓഫ് മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ. എൻ്റെ സഹോദരന്മാരെയും സഹോദരിയെയും സംരക്ഷിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയും ചിലവ് ചെയ്യണം എന്നുള്ള കാര്യം, അല്ലെങ്കിൽ അവരെയും സംരക്ഷിക്കണം എന്നുള്ള കാര്യം പലപ്പോഴും ഞാൻ മറന്നു പോകുമായിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ ഈ ആവശ്യം, നിരന്തരമുള്ള ആവശ്യം, എനിക്ക് പിൽക്കാലത്താണ് യുക്തിക്ക് നിരക്കാത്തതാണെന്ന് തോന്നാൻ കാരണം. My father would invariably end up giving me what I wanted. My father would invariably means always, എല്ലായ്പ്പോഴും end up, അവസാനിപ്പിക്കാറുണ്ടായിരുന്നു. ഗിവിങ് മീ വാട്ട് ഐ, എന്തെങ്കിലും ഞാൻ എന്തെങ്കിലും ആവശ്യപ്പെടുന്നത് അത് വാങ്ങിച്ചു തന്നായിരിക്കും അന്നത്തെ ദിവസം, അല്ലെങ്കിൽ ആ യാത്ര അവസാനിപ്പിക്കുന്നത്. ജസ്റ്റ് ടു സീ മീ ഹാപ്പി. എന്തിനാ? വെറും എന്നെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം.
ഓൺ അതർ ഡേയ്സ്, മറ്റുള്ള ദിവസങ്ങൾ, അച്ഛൻ വരാത്ത മറ്റുള്ള ദിവസങ്ങളിൽ, വെൻ ഐ മെയ്ഡ് മൈ വേ ഹോം ഫ്രം ശിവാജി പാർക്ക് ഓൺ മൈ ഓൺ, ഞാൻ സ്വന്തമായിട്ട് ശിവാജി പാർക്കിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ, ഐ വുഡ് ഓഫൺ ഫോൾ അസ്ലീപ്പ് ഓൺ ദ ബസ്, മിക്കവാറും ബസ്സിൽ ഞാൻ ഉറങ്ങുമായിരുന്നു. ഇഫ് ഐ മാനേജ് ടു സിറ്റ് ഡൗൺ, if I manage means do something successfully, വിജയകരമായി ചെയ്യുക, ഹാൻഡിൽ സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ അർത്ഥം എന്താ ഇവിടെ? ഇഫ് ഐ മാനേജ് ടു സിറ്റ് ഡൗൺ, ഇഫ് ഐ ഗോട്ട് എ സീറ്റ്, എനിക്കൊരു സീറ്റ് കിട്ടുകയാണെങ്കിൽ, ഐ വുഡ് ഓഫൺ ഫോൾ അസ്ലീപ്പ് ഓൺ ദ ബസ്, മിക്കവാറും സീറ്റ് കിട്ടുകയാണെങ്കിൽ ഞാൻ ഉറങ്ങിയിരിക്കും. എനിവൺ ഹു ഹാസ് ബീൻ ഓൺ എ മുംബൈ ബസ് അറ്റ് പീക്ക് അവേഴ്സ് വിൽ നോ. എനിവൺ ഹു ഹാസ് ബീൻ ഓൺ എ മുംബൈ ബസ്, മുംബൈയിലെ ബസ്സിൽ യാത്ര ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ബസ്സിൽ അകപ്പെട്ടു പോയിട്ടുള്ള ആർക്ക് വേണമെങ്കിലും അല്ലെങ്കിൽ ഏതൊരു വ്യക്തിക്കും തിരിച്ചറിയാൻ കഴിയും. എപ്പോൾ? അറ്റ് പീക്ക് അവേഴ്സ്. അറ്റ് പീക്ക് അവേഴ്സ് മീൻസ് അറ്റ് ബിസി ടൈം. പീക്ക് അവേഴ്സ് മീൻസ് ബിസി ടൈമിൽ മുംബൈ ബസ്സിൽ കയറിയിട്ടുള്ള ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാൻ കഴിയും. വിൽ നോ, അറിയാം. എന്തറിയും? ജസ്റ്റ് ഹൗ ഡിഫിക്കൽട്ട് ഇറ്റ് ഈസ് ടു ഗെറ്റ് എ സീറ്റ്, ഒരു സീറ്റ് കിട്ടുന്നത് എത്ര പ്രയാസകരമായ കാര്യമാണെന്ന് മുംബൈയിൽ ബസ് യാത്ര ചെയ്തിട്ടുള്ള ആർക്കും മനസ്സിലാകും. ഓൺ ഡേയ്സ് വെൻ ഐ വാസൻറ്റ് സോ ലക്കി, ഓൺ ഡേയ്സ് വെൻ ഐ വാസ് നോട്ട് സോ ലക്കി എന്ന് പറയുമ്പോൾ സീറ്റ് കിട്ടാത്ത ദിനങ്ങളിൽ, ഇറ്റ് വാസ് സ്റ്റിൽ എ ചലഞ്ച് ജസ്റ്റ് ടു സ്റ്റാൻഡ് വിത്ത് ദ കിഡ് ബാഗ്. ഈ കിഡ് ബാഗുമായിട്ട് തൂക്കി അല്ലെങ്കിൽ കിഡ് ബാഗും തൂക്കി ഇങ്ങനെ നിൽക്കുക എന്ന് പറയുന്നത് ഒരു വെല്ലുവിളി തന്നെയായിരുന്നു. കാരണം ദ ബസ് കണ്ടക്ടേഴ്സ് വുഡ് ഇനവിറ്റബിളി മീൻസ് അൺഅവോയ്ഡബിളി, ഒഴിവാക്കാൻ പറ്റാത്ത വിധത്തിൽ, അനിവാര്യമായ രീതിയിൽ കംപ്ലെയിൻ അബൌട്ട് മീ ടേക്കിംഗ് അപ്പ് ദ സ്പേസ് ഓഫ് അനദർ പാസഞ്ചർ. പലപ്പോഴും എന്നോട് കംപ്ലൈൻറ്റ് പറയാറുണ്ടായിരുന്നു. എന്ത് കംപ്ലൈൻറ്റ്? മറ്റൊരാളിൻ്റെ സ്പേസ് കൂടി ഞാൻ അപഹരിക്കുന്നു എന്ന് പലപ്പോഴും പരാതി പറയാറുണ്ടായിരുന്നു. ഇറ്റ് കുഡ് ബി എംബാരസിങ്, അത് വളരെയധികം വിഷമിപ്പിക്കുന്നതായിരുന്നു. ബിക്കോസ് ദ കണ്ടക്ടേഴ്സ് വെയർ ഓഫൺ റൂഡ്. കാരണം എന്താ? കണ്ടക്ടേഴ്സ് പലപ്പോഴും റൂഡായിട്ടാണ് വളരെ പരുഷമായിട്ടാണ്, റഫായിട്ടാണ് പെരുമാറിയിരുന്നത്. ആൻഡ് വുഡ് സംടൈംസ് ആസ്ക് മീ ടു ബൈ 2 ടിക്കറ്റ്സ്. ചിലപ്പോൾ എന്നോട് ആവശ്യപ്പെടും, 2 ടിക്കറ്റ് എടുക്കാൻ എന്നോട് ആവശ്യപ്പെടുമായിരുന്നു. ഐ ഡിഡൻറ്റ് ഹാവ് ദ മണി ഫോർ എ സെക്കൻഡ് ടിക്കറ്റ്. രണ്ടാമതൊരു ടിക്കറ്റ് എടുക്കാൻ എൻ്റെ കൈവശം പണം ഉണ്ടായിരുന്നില്ല. ആൻഡ് I had to learn to take these remarks in my stride. To take in one's stride എഴുതണം. ഈ ഒരു ഇഡിയം. ടു ടേക്ക് ഇൻ വൺസ് സ്ട്രൈഡ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ടു ഫേസ് വിതൗട്ട് വറിയിങ് എന്നർത്ഥം. വിഷമം കൂടാതെ ഒരു പ്രതിസന്ധിയോ മറ്റോ ഒക്കെ തരണം ചെയ്യുക എന്നർത്ഥം. അപ്പോൾ ഇവിടെ ഐ ഡിഡൻറ്റ് ഹാവ് ദ മണി ഫോർ ദ സെക്കൻഡ് ടിക്കറ്റ് ആൻഡ് ഐ ഹാഡ് ടു ലേൺ. എനിക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചിട്ടുണ്ട്, പഠിക്കാൻ അവസരം കിട്ടി. ടു ടേക്ക് ദീസ് റിമാർക്സ് ഇൻ മൈ സ്ട്രൈഡ്. ഈ റിമാർക്കുകളെല്ലാം തന്നെ വിഷമം കൂടാതെ തരണം ചെയ്യുവാൻ ഞാൻ പഠിച്ചു എന്നർത്ഥം. ഡേർട്ടി ക്ലോത്ത്സ് ഓഫൺ ആഡഡ് ടു ദ എംബാരസ്മെൻറ്റ്. മാത്രമല്ല, എനിക്ക് വിഷമിച്ചാൽ ഇങ്ങനെ നിൽക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവൻ്റെ സ്ഥലം കൂടി അപഹരിച്ചാൽ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനോടൊപ്പം തന്നെ ഡേർട്ടി ക്ലോത്ത്സ്, മുഷിഞ്ഞ ഈ വസ്ത്രങ്ങൾ, ഓഫൺ ആഡഡ് ടു ദ എംബാരസ്മെൻറ്റ്, ഈ വിഷമത്തെ കൂടുതൽ വർദ്ധിപ്പിച്ചു. വിത്ത് ടൈം, ക്രമേണ, ഗ്രാജുവലി, സമയം കഴിഞ്ഞപ്പോൾ എന്ന് പറയുമ്പോൾ ഗ്രാജുവലി, ക്രമേണ, ഐ ഇവോൾഡ് ഞാൻ ഇവോൾവ്, രൂപപ്പെടുത്തിയെടുക്കുക. ഐ ഇവോൾഡ് എ വേ ഓഫ് റാപ്പിംഗ് ദ കിഡ് ബാഗ് അറൗണ്ട് മീ. എനിക്ക് ചുറ്റും ഇങ്ങനെ കെട്ടി ഈ കിഡ് ബാഗ് കെട്ടി വയ്ക്കുന്ന ഒരു സ്വഭാവം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്വഭാവം ഞാൻ നേടിയെടുത്തു. just as the helmet and pads became a part of me while ബാറ്റിംഗ് സമയത്ത് ഹെൽമറ്റും പാഡും ഒക്കെ എൻ്റെ ശരീരത്തിൻ്റെ
ഭാഗമായി പ്രവർത്തിക്കുന്നത് പോലെ അല്ലെങ്കിൽ കരുതുന്നത് പോലെ തന്നെ ബസ് യാത്രയിലും ഈ കിറ്റ് എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് മാറി. സോ ദ കിറ്റ് ബാഗ് ബിക്കെയിം ആൻ എക്സ്റ്റൻഷൻ ഓഫ് മീ ഓൺ ദ ബസ് യാത്രയിൽ എൻ്റെ ശരീരത്തിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട്, അധികരിച്ച ഒരു ഭാഗമായിട്ട്, ഒരു എക്സ്റ്റൻഡഡ് ഏരിയ ആയിട്ട് ഈ കിറ്റ് ബാഗ് മാറി. I would often take the bus or train from Bandra to Church Gate, and it was all a great learning experience. I would often take the bus. മിക്കപ്പോഴും ഞാൻ ഒന്നുകിൽ ബസ്സായിരിക്കും അല്ലെങ്കിൽ ട്രെയിനിലായിരിക്കും പോകുന്നത്. എവിടെ നിന്ന് എവിടത്തേക്ക്? ഫ്രം ബാന്ദ്ര ടു ചർച്ച് ഗേറ്റ്, ബാന്ദ്രയിൽ നിന്ന് ചർച്ച് ഗേറ്റിലേക്ക്. ആൻഡ് ഇറ്റ് വാസ് ഓൾ എ ഗ്രേറ്റ് ലേണിംഗ് എക്സ്പീരിയൻസ്. ഒരു പഠന അനുഭവം തന്നെ ആയിരുന്നു ഈ യാത്ര എന്ന് പറയുന്നത്. എവിടം മുതൽ എവിടം വരെയുള്ള, അതായത് ബാന്ദ്ര മുതൽ ചർച്ച് ഗേറ്റ് വരെ ബസ്സിലോ അല്ലെങ്കിൽ ട്രെയിനിലോ ഉള്ള എൻ്റെ യാത്ര എന്ന് പറയുന്നത് തീർത്തും ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു.